പറഞ്ഞു ഇല്ല കളക്ടർ മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഉണ്ട് കളക്ടർ പോവാ നിങ്ങളെല്ലാം പുറത്ത് പഠിച്ച് പിടിച്ചല്ലേ അപ്പം ഞാൻ എന്നെ പിടിച്ച് തള്ളാൻ വന്ന പോലീസിനെ ഞാൻ പറഞ്ഞാൽ എനിക്ക് കളക്ടർ സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അതോട് ഞാൻ പെട്ടെന്ന് കളക്ടർ സാറേ ഒരു 5 മിനിറ്റ് സാറ് സമയം ചെലവഴിക്കാന്നുണ്ടെങ്കിൽ വെളിയിരിക്കുന്ന ഇത്രയും പേരെ സാറിന് കാണാൻ പറ്റും. ഇവരാരും സാറിനോട് കഥ പറയാൻ വന്നവരൊന്നുമല്ല. സാറിനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കയ്യിരിക്കുന്ന ഈ നിവേദനം സാറൊന്ന് തരണം, സാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന പ്രതീക്ഷയിൽ ഈ നിവേദനം ഒന്ന് തരുന്ന ഒരു 10-20 സെക്കൻഡ് സമയം മാത്രം സാറ് പുറത്തിരിക്കുന്ന ഒരാളത്ത് സാറിന് ചെലവഴിച്ചാൽ മതി. സാറിപ്പോൾ ഇറങ്ങിപ്പോ മന്ത്രിയെ കാണാനേക്കാട്ടും കൂടുതൽ ആവശ്യം ഇവിടെ രാവിലെ കാത്തുകിട്ടി കിടക്കുന്നവർക്ക് സാറിനെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ബഹളം വെച്ചു. അപ്പൊ എന്നെ ഒരാൾ മറികിടന്ന് എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ പേര് എന്നെ പിടിച്ച് അകത്തിട്ടെങ്കിൽ ഞാൻ അകത്തിട്ടോ, എന്റെ ആവശ്യവും സാറ് കേൾക്കണമെന്നില്ല, ഞാനിപ്പോൾ നാളെ വന്നാലും കണ്ടോളാം. കാര്യം എനിക്ക് അപ്പം പുള്ളി പറഞ്ഞല്ല നിങ്ങൾ ഇനി വരൂ, എന്താ നിങ്ങളുടെ കംപ്ലൈന്റ് എന്താണ്? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മണ്ണ് മാഫിയ കൊട്ടാരക്കരയിൽ മൊത്തം കുന്നു ഇടിച്ചു നിരത്തി വൻ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പല രാഷ്ട്രീയക്കാരും എൻ്റെ പേര് പൈസ മേടിച്ചിട്ടുണ്ട്, അതിനെതിരെ ഒരു അന്വേഷണം വേണം. അവൻ പുള്ളി പറഞ്ഞു ആ ശരി ഇന്നതാണ്. എന്നിട്ട് പുള്ളി അകത്ത് പോയിരുന്നിട്ട് ബാക്കി അവിടെ നിന്ന് പോലീസുകാരനടുത്ത് പറഞ്ഞു, കളക്ടറുടെ അസിസ്റ്റന്റിനോട് പറഞ്ഞു ആൾക്കാരെയൊക്കെ വിളിക്കൂ, അതിനുശേഷം മിനിസ്റ്റർ അടുത്ത് പറഞ്ഞാൽ മതി, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തുമെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഞാൻ ഈ ശബ്ദം റൈസ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് അകത്ത് കയറി കാണാൻ പറ്റിയത്.